കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിലും വാട്ടർ അതോറിറ്റിക്കെതിരെ പരാതി വന്നിരിക്കുന്നു. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൈപ്പിൽ നിന്നും നാളിതുവരെ ഒരു തുള്ളി വെള്ളം പോലും ഉപഭോക്താവിന് കിട്ടിയിട്ടില്ല. വെള്ളം കിട്ടാതെ വീട്ടുകാർക്ക് ബിൽ വരുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കൊട്ടിയം വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുകയാണ്. ദിലീപ് ദേവസ്യ വിവരങ്ങൾ നൽകും. ദിലീപ്, വെള്ളം കിട്ടുന്നില്ല, പക്ഷേ ബില്ല് കൃത്യമായി വരുന്നു. എന്താണ് ഇപ്പോൾ ഇവർ പറയുന്നത്? കൊല്ലം കൊറ്റങ്കര പഞ്ചായത്തിൽ 200ഓളം വീടുകളിലാണ്, കൊറ്റങ്കര പഞ്ചായത്തിൽ 17ാം വാർഡിൽ 200ഓളം വീടുകളിലാണ് ഇത്തരത്തിൽ ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി വാട്ടർ സ്ഥാപിച്ചത്. ഇതിന് 3 മാസമായി ഇവർക്ക് ബില്ല് മാത്രമാണ് വരുന്നത്. പൈപ്പ് തുറന്നാൽ ആകെ വരുന്നത് കാറ്റ് മാത്രമാണ്. ഈ കാറ്റിനാണ് ഒരു കുടുംബം 1400 രൂപയും അതുപോലെ 400 രൂപ, ഏറ്റവും ശരാശരി കുറഞ്ഞത് 400 രൂപയും ഉയർന്നത് 1400 രൂപ അടക്കം ബില്ലുകൾ വന്നു. ഇതിനെ തുടർന്ന് ഈ വീട്ടുകാർ ബില്ല് ജല അതോറിറ്റിയിൽ അടച്ചെങ്കിലും പിന്നീടും ഇത് വന്നു. അത് ഡിസ്കണക്ട് ചെയ്യുക, 60 രൂപ കൊടുത്ത് അക്ഷയ സെൻറ്ററിൽ പോയി ഡിസ്കണക്ട് ചെയ്തിട്ടും ബില്ല് വന്നവരുണ്ട്. അവരാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കൊട്ടിയം ജല അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിക്കുന്നത്. കൃത്യമായി എഴുതി തരണം, അതായത് ഈ ബില്ലുകൾ അടയ്ക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ രേഖാമൂലം എഴുതി തന്നാൽ ഉപരോധം അവസാനിപ്പിക്കാമെന്നുള്ള കാര്യത്തിലാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിക്കുന്നത്. 200ഓളം വീടുകളിലാണ് വെള്ളം ഉപയോഗിക്കാതെ അവർക്ക് ബില്ല് വരുന്നത്. 1400 രൂപ വരെയാണ് ബില്ലുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. 3 മാസമായി 200ഓളം കുടുംബങ്ങൾ, കൊറ്റങ്കര പഞ്ചായത്തിലെ 200ഓളം വീട്ടിലാണ് ഇത്തരത്തിൽ ബില്ല് വന്നിരുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ പൈപ്പുകൾ പോലും ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ വീട്ടിലെല്ലാം ഇത്തരത്തിൽ ബില്ല് വന്നതായിട്ട് കാണുന്നുണ്ട്. പലരും ഇന്ന് രാവിലെ വാർത്ത നൽകിയതിന് ശേഷം പലരും നമ്മൾക്ക് മെസ്സേജ് അയച്ചതായിട്ട് പറയുന്നത് 6000 രൂപ മലപ്പുറത്തടക്കം വന്നത് ബില്ലിൻ്റെ കോപ്പി അടക്കം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ കൊല്ലം ജില്ലയിൽ പോലും ഈ പൈപ്പ് സ്ഥാപിച്ചിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത കുടുംബങ്ങൾക്ക് ഈ ഇടുത്തി പോലെ ബില്ല് നൽകുന്നു. അത് ഡിസ്കണക്ട് ചെയ്ത കുടുംബത്തിനും ഇത്തരത്തിൽ വീണ്ടും ബില്ല് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉപരോധിക്കുന്നത്. ഇവർ പറയുന്നത് രേഖാമൂലം ഈ കുടുംബങ്ങൾക്ക്, ഈ നാട്ടുകാർക്ക് രേഖാമൂലം എഴുതി നൽകുക, ഇനി ബില്ല് വരില്ല എന്നുള്ളത് രേഖാമൂലം എഴുതി നൽകണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഉപരോധം തുടരുകയാണ്. എന്തായാലും ഇവർ ആവശ്യപ്പെടുന്ന പ്രകാരം ഇവർക്ക് രേഖാമൂലം എഴുതി നൽകി ഈ ബില്ല് ക്യാൻസൽ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആർക്കും അടയ്ക്കേണ്ട ഒരു ഗതി വരരുത്. ബില്ല് അടയ്ക്കാതെ ഇനി എപ്പോഴെങ്കിലും വെള്ളം വരികയാണെങ്കിൽ അത് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ട മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. നേരത്തെ പറഞ്ഞത് ഒരു കുടുംബത്തിന് വാട്ടർ അതോറിറ്റി പറഞ്ഞാൽ നിങ്ങൾ ബില്ല് അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മ ബില്ല് അടയ്ക്കുന്ന സാഹചര്യമുണ്ട്. അത് 460 രൂപ ബില്ല് അടച്ചു. പിന്നെയും ബില്ല് വന്നു. അവർ പറയുന്നത് വെള്ളം വരാതെ എന്തിനും ബില്ല് നൽകണമെന്നാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ രേഖാമൂലം എഴുതി നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ, കൊട്ടിയത്തെ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിക്കുന്നു. ഉപരോധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം മുകളിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ജല അതോറിറ്റി ജലവിഭവ മന്ത്രി അടക്കം നാട്ടുകാരിൽ പലരും ബന്ധപ്പെട്ടപ്പോഴും ഇതൊരു സിസ്റ്റമാണ്, സിസ്റ്റത്തിൽ ബില്ല് അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് മന്ത്രിയും നൽകിയതെന്നാണ് ഈ നാട്ടുകാരും പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഉപരോധം തുടരുകയാണ്. സ്മൃതി, ഏതായാലും സിസ്റ്റത്തിന്റെ കുഴപ്പങ്ങളെക്കുറിച്ച് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിടത്ത് ഞെട്ടിക്കുന്ന ബില്ലാണ് വന്നിരിക്കുന്നത്, ഒരിടത്ത് വെള്ളം കിട്ടാതെ ബില്ല് വരികയും ചെയ്തിരിക്കുന്നു.